നമ്മൾ 2-3 വാഴ കൊലച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കുത്ത് കൊടുക്കണം. അപ്പോൾ അതിനിങ്ങനെ കവുങ്ങ് വെട്ടാൻ വേണ്ടി പോകണേ കോടാലിയും മരുഭാഗത്തൊക്കെ എടുത്തിട്ട് നേരെ തോട്ടത്ത് പോയിട്ട് തല പോയ കവുങ്ങുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ വെട്ടി തള്ളിയിട്ടിട്ട് ഏകദേശം അളവൊക്കെ നോക്കിയിട്ട് വാളായിട്ട് ഇങ്ങനെ മുറിക്കുക കേട്ടോ. അങ്ങനെ ഏകദേശം അളവൊക്കെ നോക്കി മുറിച്ചിട്ട് ആ കവുങ്ങെടുത്ത് നേരെ വീടിൻ്റെ അവിടെ കൊടുന്നിട്ടിട്ട് നടു പൊളിക്കട്ടെ. നടു പൊളിച്ചിട്ട് കുത്തു കൊടുക്കാൻ വെച്ചിട്ട്, കാരണം കുറച്ച് ഉള്ളതുകൊണ്ട് ഒരുപാട് കവുങ്ങ് വേണ്ടി വരും. അപ്പോൾ നമ്മളിങ്ങനെ നടു പൊളിക്കാണ്, അങ്ങനെ കോടാലിയിട്ട് കൊത്തിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് അരിവാക്കത്തി വെച്ചിട്ട് ഇങ്ങനെ വിടർത്തിയിട്ട് കവുങ്ങ് ഇങ്ങനെ നടു പൊളിച്ചെടുക്കട്ടെ. അത് കുറച്ച് ഒരു ഉണങ്ങിയ കവുങ്ങാണ്, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മളിങ്ങനെ പൊളിച്ചെടുക്കും. പച്ച കവുങ്ങാണ് പെട്ടെന്ന് അങ്ങനെ അടർന്ന് കിട്ടും. എന്തായാലും കുറച്ച് മെനക്കെട്ടിട്ട് തന്നെ ആ കവുങ്ങ് ഇങ്ങനെ പൊളിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ കവുങ്ങ് ഇങ്ങനെ നടു പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ചോറില്ലേ അതിങ്ങനെ അരിവാക്കത്തിട്ട് ഇങ്ങനെ ഒഴിവാക്കണം കേട്ടോ. അതിങ്ങനെ അതിൽ വെച്ചാന്ന് വെച്ചാൽ പെട്ടെന്ന് ചെതൽ കയറും. അങ്ങനെ പൊളിച്ചെടുത്ത കവുങ്ങൊക്കെ വൃത്തിയാക്കിയിട്ട് നേരെ എടുത്തിട്ട് ചുമലിൽ വെച്ചിട്ട് ഇങ്ങനെ വാഴൻ്റെ അടുത്തേക്ക് പോകണം കേട്ടോ. അപ്പോൾ വാഴൻ്റെ അടുത്ത് നേരെ കൊണ്ടുപോയിട്ടിട്ട് പിന്നെ നമ്മൾ ഒരു മുളക്കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം കുത്തു കൊടുക്കുന്നത് ആ ഒരു മുളയും ഒരു കവുങ്ങും കൂടി കൂട്ടിയിട്ടാണ്, മറ്റേതിന് 2 കവുങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് രണ്ടും കൂടി ഇങ്ങനെ കൂട്ടി കെട്ടുകയാണ്. ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് നമ്മളിങ്ങനെ കുത്തു കൊടുക്കണം കേട്ടോ. ഒറ്റ കുത്തല്ല കൊടുക്കണം, 2 കൊള്ളി ഇങ്ങനെ ക്രോസായി കെട്ടിയിട്ട് അതിങ്ങനെ സെൻറ്റർ ആക്കുന്ന രീതിയിൽ വെച്ചിട്ട് കുത്തു കൊടുക്കുക. അങ്ങനെ 2 വാഴക്കും കുത്തു കൊടുത്ത് ഇനി 3ാമത്തെ വാഴ ജസ്റ്റ് കൊലച്ചിട്ടുള്ളൂ. അപ്പോൾ അത് കുറച്ചും കൂടി എനിക്ക് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്തേക്ക്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.